ഹലോ ഓൾ, വെൽക്കം ടു ഗ്രീൻ വേൾഡ് ഗ്രൂപ്പ് യൂട്യൂബ് ചാനൽ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ മെയിൻലി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, കോഴ്സ് ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 key strategies in passing NEBOSH exam. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന NEBOSH എക്സാം എന്ന് പറയുന്നത് NEBOSH IGC, ഇൻ്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ്, നാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റും, ഇത് രണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടിനും ഓൾമോസ്റ്റ് കോമൺ തന്നെയാണ്. ഡിപ്ലോമയെ സംബന്ധിച്ച് ഇതിൽ ദിവസങ്ങളാണ് മാറ്റം വരുന്നത്, പക്ഷേ ഏതാണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. IGCക്ക് ഏതാണ്ട് 24 മണിക്കൂർ നിങ്ങൾക്കുള്ളൂ, ഡിപ്ലോമയ്ക്ക് അതിനനുസരിച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് സബ്ജക്റ്റ് ഈസ് വെരി ബിഗ്. സോ കമ്മിങ് ബാക്ക് ടു ഇറ്റ്. സോ 10 key strategies അല്ലെങ്കിൽ 10 key steps ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്യുക. കൃത്യമായിട്ട് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബ് തന്നെ നിങ്ങളെ അറിയിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് the 10 key strategies or tips in passing NEBOSH IGC exams or NGC exam. Let's start. Tip number 1 അല്ലെങ്കിൽ സ്ട്രാറ്റജി നമ്പർ 1, യൂസ് യുവർ ട്യൂട്ടർ ഫോർ മോക്ക് എക്സാംസ്. നിങ്ങൾക്കൊരു ട്യൂട്ടർ കാണും. നിങ്ങളൊരു വിർച്വൽ ലേണിംഗ് അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ലേണിംഗ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്യൂട്ടർ മസ്റ്റായിട്ട് കാണും. ഇനി നിങ്ങൾ LMS ലേണർ അല്ലെങ്കിൽ ലേണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിർച്വൽ ട്യൂട്ടറെ നിങ്ങൾക്ക് അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു വിർച്വൽ ക്ലാസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ട്യൂട്ടർ അവിടെ കാണും. അദ്ദേഹം ആരാണോ അവർ നിങ്ങൾക്ക് ഒരു മോക്ക് എക്സാം പേപ്പർ അയച്ചു തരും. ആ മോക്ക് എക്സാം പേപ്പറിന് കൃത്യമായിട്ട് ആൻസർ എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഈ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് വാങ്ങിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റൂ നമ്മൾ എഴുതുന്ന ശൈലി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇതേ പ്രോസസ്സ് തന്നെയാണ് ലേണിംഗ് കാൻഡിഡേറ്റ്സിനും. ലേണിംഗിൻ്റെ ഒരു പെർട്ടിക്കുലർ മൊഡ്യൂളിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ്, മോക്ക് എക്സാംസ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് എഴുതി, അതിൽ തന്നെ ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിനകത്ത് എഴുതി അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അവർ കൃത്യമായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തരും. ഇൻ കേസ് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് 2 ദിവസത്തിനകത്ത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ട്യൂട്ടർ കോൺടാക്ട് ചെയ്യുകയും ആ ട്യൂട്ടർ എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അപ്പോൾ തന്നെ അത് റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പ്രാക്ടീസ്, എക്സാം റൈറ്റിംഗ് പ്രാക്ടീസ് അത് മസ്റ്റാണ്. അത് ചെയ്യാതെ നിങ്ങൾ നേരിട്ട് എക്സാമിന് പോയി ഇരുന്ന് കഴിഞ്ഞാൽ പാസ്സാവുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം ഇത് എഴുതുന്നതിനൊരു ശൈലിയുണ്ട്. മാത്രമല്ല പ്രീവിയസ് എക്സാം പേപ്പേഴ്സിൻ്റെ സാമ്പിളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വിർച്വൽ ലേണിംഗ് ക്ലാസ്സസ് ആയ നിങ്ങൾക്കും ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് കിട്ടും. അപ്പം അതിലൂടെ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. ഒരു പ്രീവിയസ് പ്രാക്ടീസ് എപ്പോഴും നല്ലതാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ്. സോ പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, അതാണ് ടിപ്പ് നമ്പർ 1. മേക്ക് ഷുവർ യു റൈറ്റ് എ മോക്ക് എക്സാം ആൻഡ് ദെൻ സബ്മിറ്റ് ഇറ്റ് ടു ദ ട്യൂട്ടർ. അയാളുടെ കയ്യിൽ നിന്നും നിങ്ങൾ ഫീഡ്ബാക്ക് മസ്റ്റായിട്ട് വാങ്ങിച്ചാൽ വളരെ നല്ലത്. സോ ദാറ്റ്സ് സ്ട്രാറ്റജി നമ്പർ 1. സ്ട്രാറ്റജി നമ്പർ 2, ദർ ആർ നോ ഷോർട്ട് കട്ട്സ്. അല്ലെങ്കിൽ ടിപ്പ് നമ്പർ 2, ദർ ആർ നോ ഷോർട്ട് കട്ട്സ്. പഠിച്ചേ പറ്റൂ. ഞാൻ 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 20 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് പോയൊരു NEBOSH എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്സാം അതെന്തോ ആവട്ടെ അത് എഴുതാമെന്നുള്ള ധാരണ തെറ്റാണ്. സിലബസിനനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നമ്മൾ മിനിമം സിലബസ് എന്തെങ്കിലും നമ്മൾ പഠിച്ചിരിക്കണം. പഠിക്കാതെ നമുക്കൊരു എക്സാം എഴുതുക എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. NEBOSH തന്നെ പറയുന്നത് NEBOSH IGCക്ക് 112 മണിക്കൂറോളം നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്. ആ 112 മണിക്കൂർ നിങ്ങൾ പഠിക്കാതെ എങ്ങനെയാണ് നിങ്ങൾ ആ എക്സാം എഴുതാൻ പോകുന്നത്? അപ്പം സിലബസിൽ ഏതെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിന് പ്രിപ്പയർഡ് അല്ല എന്നുണ്ടെങ്കിൽ നല്ല കറക്റ്റ് ആൻസേഴ്സ് എഴുതാൻ സാധിക്കത്തില്ല. സമയമെടുത്തൊരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അതിനുവേണ്ടി പഠിക്കുവാനുള്ള സമയം കൂടെ മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ ചേർന്നിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ആരെങ്കിലും ബോധിപ്പിക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഇന്ന് ഈ കോഴ്സ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞ് ചേർന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ മതിയാക്കി അങ്ങ് പോകും. അവരെ കൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. അത് നടക്കില്ല. പഠിക്കുക എന്ന് പറയുന്നത് അതൊരു കലയാണ്. അത് പഠിച്ചേ പറ്റൂ. നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം അതിനുവേണ്ടി സമയം കണ്ടെത്തി മാറ്റി വെച്ച് മസ്റ്റായിട്ട് പഠിക്കണം. പഠിക്കാതെ എക്സാം എഴുതാൻ സാധിക്കില്ല. സാധിച്ചാൽ ഫെയിലിയർ. അവിടെ വന്നിട്ട് ഞാൻ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഞാൻ എങ്ങനെ തോറ്റു എന്ന് ചോദിക്കും. ചില ആൾക്കാർ 15 വർഷത്തെ എക്സ്പീരിയൻസും വെച്ചിട്ട് തോറ്റിട്ട് വന്ന് ചോദിക്കും, എനിക്ക് 15 വർഷം എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ എഴുതിയതാണ്, ഞാൻ എന്തുകൊണ്ട് ഫെയിലായെന്ന്. ആൻസർ പേപ്പർ എടുത്ത് വെച്ച് നോക്കി ചോദിച്ച ക്വസ്റ്റ്യൻ ഒന്നും അല്ല എഴുതിയിരിക്കുന്നത്. ഈ 15 വർഷം ഇദ്ദേഹമോ ആരാണോ അവർ ചെയ്ത കുറേ എക്സ്പീരിയൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്നും പറയുന്നില്ല. നിങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്ന വേർഡ് കൗണ്ടിലാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. സോ അതൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെങ്കിൽ പഠിച്ചേ പറ്റൂ. കാര്യം ഈ ലേണിംഗ് മൊഡ്യൂളിലും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴുമാണ് നമ്മുടെ ട്യൂട്ടേഴ്സ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് ഈ എക്സാം അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതൊന്നും അറ്റൻഡ് ചെയ്യാതെ ഔട്ട് ഓഫ് ദ ബ്ലൂ ഓടി വന്ന് എക്സാം എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഫെയിലായി പോകും, തോറ്റുപോകും. ദാറ്റ് ഈസ് സ്ട്രാറ്റജി നമ്പർ 2. ദർ ആർ നോ ഷോർട്ട് കട്ട്സ്. ഓക്കെ. സ്ട്രാറ്റജി നമ്പർ 3,
ഇമ്പോർട്ടൻറ്റ് വൺ. ചെക്ക് യുവർ NEBOSH ലോഗിൻ ഡീറ്റെയിൽസ് വെൽ ബിഫോർ ദി എക്സാം ഡേറ്റ്. ഒരുപാട് കുട്ടികളുണ്ട് എക്സാമിൻ്റെ അന്ന് വന്നിട്ട് പറയും, സാർ എനിക്ക് NEBOSHിൻ്റെ കയ്യിൽ നിന്നൊന്നും ഒരു ഇമെയിലും വന്നില്ല. എവിടെയായിരുന്നു ഇത്രയും ദിവസം? 7 ദിവസത്തിന്, എക്സാമിന് 7 ദിവസം മുമ്പ് മിനിമം NEBOSH എല്ലാ ലേണേഴ്സിനും അവരുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് അയച്ചു തരും, യൂസർ നെയിമും പാസ്വേഡും എല്ലാം. ഇത് 7 ദിവസം എന്ത് ചെയ്യുമായിരുന്നു ഇത് കിട്ടാതിരുന്നിട്ട്? അന്നത്തെ ദിവസം വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരെ മെയിൽ അയച്ച് അവർ ഒന്നാമത്തെ 4 മണിക്കൂർ ഇന്ത്യൻ ടൈം വെച്ച് നോക്കിയാൽ 4 മണിക്കൂറോളം അവർ പിറകിലാണ്. അപ്പം ഓരോ രാജ്യം വെച്ച് ഇവർ അവരുടേതായ, അപ്പോൾ ഇവരുടെ തപ്പ ഇമെയിൽ അയച്ച് ഇനി എപ്പോൾ അവർ മറുപടി അയച്ച് നിങ്ങൾക്ക് ഇനി എപ്പോൾ അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ടും 5 ദിവസം മുമ്പെങ്കിലും നിങ്ങളുടെ ഇമെയിൽ ID ചെക്ക് ചെയ്യുകയും അതിനകത്ത് NEBOSHിൽ നിന്നും ഇമെയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തില്ല എങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ NEBOSHിന് തിരിച്ച് മെയിൽ അയച്ച് അവർ നിങ്ങൾക്ക് തിരിച്ച് ഈ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരും. ലാസ്റ്റ് മിനിറ്റിലല്ല ഇത് ചെക്ക് ചെയ്യാനുള്ളത്. കാര്യം ലോഗിൻ ചെയ്ത് പാസ്വേഡൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. അതൊക്കെ നിങ്ങൾ അന്നത്തെ ദിവസം എടുത്ത് ചേഞ്ച് ചെയ്താൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ടെൻഷൻസ് ചുമ്മാ ആവശ്യമില്ലാതെ സ്ട്രെസ് കൂടുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് ഒരു ഉപയോഗം ഞാൻ ഇതിൽ കാണുന്നില്ല. സോ മിനിമം 5 ദിവസം മുമ്പെങ്കിലും നിങ്ങളുടെ NEBOSH ലോഗിൻ ക്രെഡൻഷ്യൽസ് കിട്ടിയോ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. മസ്റ്റായിട്ട് സ്പാം ഫോൾഡർ ചെക്ക് ചെയ്യണം. ഒരുപാട് പേർക്ക് ഈ ഇമെയിലുകൾ നേരെ സ്പാമിൽ ചെന്ന് വീഴും. അവർ പറയും കിട്ടില്ല, ഇൻബോക്സ് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. ഈ ജിമെയിലൊക്കെ പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ഇമെയിൽ പോയി ലാൻഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് സ്ട്രാറ്റജി നമ്പർ 3. ഗെറ്റ് റെഡി ഓക്കെ വിത്ത് യുവർ NEBOSH ലോഗിൻ ക്രെഡൻഷ്യൽസ്. അടുത്തത് സ്ട്രാറ്റജി നമ്പർ 4. ബുക്ക് ദ ഹോൾ ഡേ ഓഫ്. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് യൂഷ്വലി 11 മണി UK ടൈമാണ്. പിറ്റേ ദിവസം രാവിലെ 11 മണി UK ടൈം വരെ നിങ്ങൾക്ക് സമയമുണ്ട്. അത്രയും സമയം നിങ്ങൾ എടുത്ത് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ലീവ് റിക്വസ്റ്റ് ചെയ്യുക അന്നത്തെ ഒരു ദിവസം. കാരണം ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ടൈമാണ്. അപ്പം ഉറപ്പായിട്ട് നിങ്ങൾ അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊരു ലീവ് മുൻകൂർ അപ്ലൈ ചെയ്ത് റെഡി ആവുക. കാര്യം NEBOSH പറയുന്നത് 4 മണിക്കൂറാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിലും എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വേണം നമ്മൾ ഈ എക്സാം എഴുതി തീർക്കുവാനായിട്ട്. സോ അന്നത്തെ ദിവസം ഫുള്ള് 11 മണി UK ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഒരു 12, 1, 2, 3 ഒരു 3:30 മണിയൊക്കെ ആവും, 3:30, 4 മണിയാവും. ഈ സമയം തൊട്ട് രാത്രി ഒരു 10 മണി വരെ എഴുതിയാൽ മാത്രമേ ഈ എക്സാം തീരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അന്ന് വേറെ അപ്പോയിൻമെൻറ്റ്സ് ഒന്നും എടുത്തു വയ്ക്കാതെ ഇതിനു വേണ്ടി മസ്റ്റായിട്ട് ടൈം ഡെഡിക്കേറ്റ് ചെയ്യുക. പിറ്റേ ദിവസം എന്ന് പറയുന്നത് റിവ്യൂവിന് വേണ്ടി മാത്രം വയ്ക്കുക. കഴിവതും വേണമെങ്കിൽ 1, 2 ആൻസർ വേണമെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് വയ്ക്കാം, നിങ്ങൾ ടയർഡായി പോയി കഴിഞ്ഞാൽ. അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം അന്നത്തെ ദിവസം തന്നെ എഴുതരുത്. കാര്യം അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് ദിവസം തന്നെ ഇതിൻ്റെ മാക്സിമം ആൻസേഴ്സ് എഴുതി തീർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ദ ഹോൾ ഡേ ഹാസ് ടു ബി ഫ്രീ. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ അതിനകത്ത് പാതി വർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഏറ്റി പിടിച്ചിട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം നമുക്ക് സമയത്ത് എഴുതി തീർത്തില്ല. സോ മേക്ക് ഷുവർ ഇറ്റ് ഈസ് ബീൻ ഡൺ. ദാറ്റ് ഈസ് സ്ട്രാറ്റജി നമ്പർ 4. ഗെറ്റ് റെഡി. നിങ്ങൾക്ക് സാമ്പിൾ സമയം ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്ട്രാറ്റജി. സ്ട്രാറ്റജി നമ്പർ 5. യൂസ് എ PDF കോഴ്സ് ഗൈഡ്. അതായത് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന നിങ്ങളുടെ ബുക്ക് മെറ്റീരിയൽ മസ്റ്റായിട്ട് നിങ്ങളുടെ കൂടെ കാണണം. ഇത് മാത്രം പോരാ, നമുക്ക് സെവറൽ അതർ വെബ്സൈറ്റ്സും നമുക്ക് യൂസ് ആവും. ഒരുപാട് വെബ്സൈറ്റ്സ് റെഫർ ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് ഒരു PDFിൻ്റെ കോഴ്സ് ബുക്ക് നിങ്ങൾക്ക് LMS ആണെന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാം. ബാക്കിയുള്ള സ്റ്റുഡൻസിന് നമ്മൾ അവർക്ക് ആക്സസ് കൊടുക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് PDF കോഴ്സ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കൺട്രോൾ ഓഫ് യൂസ് ചെയ്ത് എന്തെങ്കിലും ഡേറ്റാസ് ക്വസ്റ്റ്യൻസിനകത്തുനിന്നുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ഡേറ്റ എടുത്ത് റെഫർ ചെയ്യാൻ സാധിക്കും. കോപ്പി അടിക്കാനല്ല ഞാൻ പറയുന്നത്, അതെന്താണെന്നുള്ളതിൻ്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. ഇതൊരു ഓപ്പൺ ബുക്ക് എക്സാം ആണ്. നിങ്ങൾക്ക് ഏത് കോഴ്സ് മെറ്റീരിയൽ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാം, ഏത് വെബ്സൈറ്റ്സ് വേണമെങ്കിലും റെഫർ ചെയ്യാം. ഇന്നതേ ചെയ്യാവുള്ളൂ, ഇന്നതേ റെഫർ ചെയ്യാവുന്ന ഒരു സംഭവമേ ഇല്ല. നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അപ്പോൾ കൺട്രോൾ ഓഫ് യൂസ് ചെയ്ത് PDF ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് റെഫറൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. സോ മസ്റ്റായിട്ട് ഒരു കോഴ്സ് ബുക്ക്, എന്തൊക്കെയാണ് എക്സാംസിന് വേണ്ട ബുക്കുകൾ അല്ലെങ്കിൽ റെഫറൻസ് ചെയ്യേണ്ട മോസ്റ്റ് സാധനങ്ങൾ, ഇതൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നിങ്ങൾക്ക് ലിങ്കുകളൊക്കെ അയച്ചു തരുന്നുണ്ട്. ഈ ലിങ്കുകളൊക്കെ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിൽ കൊണ്ടുപോയി സേവ് ചെയ്ത് വെക്കണം. ടെക്സ്റ്റ് ബുക്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് റെഡിയാക്കി വെക്കണം. ഇതൊന്നും റെഡിയാക്കാതെ അന്നത്തെ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പറും വായിച്ചിട്ട് അതിൽ തേർന്ന ക്വസ്റ്റ്യൻസിനുള്ള ആൻസറും തപ്പി നടന്നിട്ട് കാര്യമില്ല. എല്ലാം റെഡിയാക്കി ഒരു ഫോൾഡറിൽ പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഒരു എക്സാം ചെയ്യാൻ പോകുമ്പം അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റായിട്ട് പ്രിപ്പയർ ആയിട്ട് റെഡി ആവുക. ഈ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തൊരു ഫോൾഡറിൽ വെച്ചാൽ ആ സമയമാകുമ്പോൾ അതിൽ പോയി നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ തന്നെ ഒരു കോൺഫിഡൻസ് ആവും നിങ്ങൾക്ക്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത സ്ട്രെസ്സുകൾ ഉണ്ടാക്കി കൂട്ടും. സോ മസ്റ്റായിട്ട് കോഴ്സ് ബുക്ക് സൈഡിൽ കാണണം. അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഡേറ്റ അവിടെ തന്നെയുണ്ട്. ഇത് കൂടാതെ കുറേ വെബ്സൈറ്റ്സ് hsc.gov.uk അതൊക്കെ ഒരുപാട് വാല്യുബിൾ ഇൻഫർമേഷൻസ് ഉള്ള വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് സൈഡിൽ എവിടെയെങ്കിലും മസ്റ്റായിട്ട് വച്ചിരിക്കണം. ദാറ്റ് ഈസ് സ്ട്രാറ്റജി നമ്പർ 5 അല്ലെങ്കിൽ ടിപ്പ് നമ്പർ 5. ഒരു കോഴ്സ് ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് എപ്പോഴും സേവ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുക. സ്ട്രാറ്റജി നമ്പർ 6. പ്രിൻ്റ് ഔട്ട് ദി എക്സാം പേപ്പർ.
ഇഫ് പോസിബിൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് ഔട്ട് ചെയ്ത് വയ്ക്കുക. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഹൈലൈറ്റ് ചെയ്യുക. നമ്മൾ ട്രഡീഷണൽ മെത്തേഡ് ആ റെലവൻറ്റ് സിനാരിയോ ഒരു മിനിമം 5 തവണ 6 തവണയെങ്കിലും നിങ്ങൾ വായിക്കുക. കമ്പ്യൂട്ടറിൽ വായിക്കുന്നതിനെക്കാട്ടി ഒരു പേപ്പറിൽ എടുത്ത് വെച്ച് വായിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആ സിനാരിയോയിൽ ഉള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്യുക. ക്വസ്റ്റ്യനിൽ കാണുന്ന സംഭവം നിങ്ങൾ ഈ സിനാരിയോ ഒരു 5 തവണ വായിക്കുമ്പം നിങ്ങൾ ആ സിനാരിയോ എന്ന് പറയുന്നത് തന്നെ ഒരു സ്റ്റോറി ബോർഡാണ്. നിങ്ങൾ അതിലൊരു ഭാഗമായിട്ട് ഒഴിവിച്ചേരാനായിട്ട് ട്രൈ ചെയ്യണം. നിങ്ങളാണ് അതിലേതെങ്കിലും ഒരു സൂപ്പർവൈസറെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സൂപ്പർവൈസർ ആണെന്ന് ചിന്തിച്ച് അതൊരു വർക്ക് പ്ലേസ് ആണെങ്കിൽ ഒരു ഫോർക്ക് ലിഫ്റ്റും ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണണം. മറ്റില്ല ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ഒരു സംഭവം കണ്ടിട്ടില്ല, ആ ഒരു സ്റ്റോറി. അതേപോലെ നിങ്ങൾ അതിലൊരു ഭാഗമാവണം. അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു വെയർ ഹൗസ് ആണെങ്കിൽ വെയർ ഹൗസ് വരണം, ഒരു ഫോർക്ക് ലിഫ്റ്റ് വേണം. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ സിനാരിയോ ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു യൂട്യൂബിൽ പോയിട്ട് ആ സിനാരിയോ പോലൊന്ന് ടൈപ്പ് ചെയ്ത് അതേപോലത്തെ ഒരു വെയർ ഹൗസ് കാണണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കാണിക്കും. വെയർ ഹൗസ് അസാർട്സ് എന്താണെന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് അത് തന്നെ നിങ്ങളെ കാണിക്കും. അപ്പം നിങ്ങൾക്ക് തന്നെ ഒരു ബോധം വരും ഈ സിനാരിയോ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഈ സിനാരിയോയിൽ കാണുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ഹൈലൈറ്റ് ചെയ്യുക. ഏതൊക്കെ ആൻസേഴ്സിന് ഇതിൽ എവിടെയൊക്കെ പോയിന്റുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വായിക്കാൻ സാധിക്കും. അപ്പോൾ പ്രിന്റ് ദി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇഫ് പോസിബിൾ. ദാറ്റ് ഈസ് സ്ട്രാറ്റജി നമ്പർ 6. ഇത് ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 7 അല്ലെങ്കിൽ സ്ട്രാറ്റജി നമ്പർ 7, സേവ് യുവർ വർക്ക് റെഗുലർലി. റിമെമ്പർ, മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിലാണ് നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് റീഡ് ഓൺലി ആയിട്ടായിരിക്കും ഡൗൺലോഡ് ചെയ്യുന്നത്. സേവ് ആസ് കൊടുത്താൽ അതിനെ നിങ്ങൾക്ക് ഫുൾ എഡിറ്റബിൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് അതിനെ സേവ് ചെയ്യാൻ സാധിക്കും. ആൻസർ എഴുതുന്ന സമയത്ത് Ctrl+S പ്രസ് ചെയ്ത് അടിക്കടി സേവ് ചെയ്യുക. ഒരുപാട് സ്റ്റുഡൻസ് ഒന്ന് പറയാറുണ്ട്, സാർ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സാധനം ഡിലീറ്റ് ആയിപ്പോയി, കറണ്ട് പോയി, ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ട് സേവ് ആവാൻ പറ്റിയില്ല, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലാണ് സേവ് ചെയ്തത്, ഹാർഡ് ഡിസ്ക് കറപ്റ്റ് ആയിപ്പോയി. സേവ് ചെയ്യുന്ന സമയത്ത് ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞ് എന്നെ സേവ് ചെയ്യും. ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അപ്ലോഡ് ചെയ്യും. ആൻസർ അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലത്ത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് നമ്മുടെ തോന്നുക കാര്യം, സാറേ ഞാൻ തെറ്റായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്ലോഡ് ചെയ്തത്, അല്ലെങ്കിൽ റെഫറൻസ് ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്തത്, ആൻസർ ഷീറ്റ് അപ്ലോഡ് ചെയ്തില്ല. ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നീ പക്ഷേ ഒരു തരത്തിലുള്ള ലീനിയൻസ് നിങ്ങൾക്ക് തരത്തില്ല. അപ്ലോഡിങ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, അവർക്കും ചെയ്യാൻ സാധിക്കത്തില്ല. അത് ക്ലോസ്ഡ് ആണ്, അടുത്ത എക്സാമിന് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിൽ ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അപ്പം സേവ് ചെയ്യാനായിട്ട് മറക്കരുത്. റെഗുലർലി സേവ് യുവർ വർക്ക്. ഓട്ടോ സേവ് ഫീച്ചർ മോസ്റ്റ് ഓഫ് ദ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിലുണ്ട്. അത് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ദാറ്റ് ഈസ് സ്ട്രാറ്റജി നമ്പർ 7. Now let's look on to strategy number 8 അല്ലെങ്കിൽ ടിപ്പ് നമ്പർ 8. Don't delete anything. നിങ്ങൾ എഴുതിയ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നീബോഷ് പറയുന്നത് 3000 വേർഡ്സ് പ്ലസ് 10% എക്സ്ട്രാ നിങ്ങൾക്ക് എഴുതും. ഒരു 3300 വേർഡ്സ് വരെ എഴുതാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എല്ലാം ആദ്യമേ തന്നെ എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ എഴുതിക്കോളൂ. നീബോഷ് ആദ്യത്തെ പതിപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, 10 മാർക്കാണ്. 10 മാർക്ക് എന്ന് പറഞ്ഞാൽ 10 ഇമ്പോർട്ടൻറ്റ് വാലിഡ് ആയിട്ടുള്ള നോൺ റിപ്പീറ്റഡ് സബ്ജക്റ്റ് റിലേറ്റഡ് ഉള്ള പോയിന്റ്സ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് 10 മാർക്കും കിട്ടും. ഇൻ കേസ് ഒരു 8, 9, 10 എന്ന് പറയുന്ന പോയിന്റ് തെറ്റാണ്, പക്ഷേ 11, 12, 13 കറക്റ്റ് ആണെങ്കിൽ ദേ മേ കൺസിഡർ ദാറ്റ്. അവരത് വായിച്ച് നോക്കിയിട്ട് അതൊന്ന് പോയിന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് മാർക്ക് കിട്ടുവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതിനെ ഡിലീറ്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് അതിനെ ഫർദറായിട്ട് റിഫൈൻ ചെയ്ത് പോളിഷ്ഡ് ആയിട്ട് എഴുതുക. എന്നും പറഞ്ഞിട്ട് 10,000 വേർഡ്സ് ഒന്നും നിങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യരുത്. അതും തരുന്ന പിള്ളേരുണ്ട്. 10,000, 15,000 ഒക്കെ എഴുതി തരും. അതൊക്കെ കോപ്പിയാണ്. ഏത് മനുഷ്യനാണ് 24 മണിക്കൂർ കൊണ്ട് ഈ 15,000, 20,000 വേർഡ്സ് ഒക്കെ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറയുന്നത് എനിക്കറിയത്തില്ല. കട്ട് കോപ്പി പേസ്റ്റ് ഇതൊന്നും നടക്കില്ല. സ്വന്തമായിട്ട് മസ്റ്റായിട്ട് ടൈപ്പ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, കണ്ണി കണ്ട ChatGPT പോലുള്ള സോഫ്റ്റ്വെയർസ് ഒന്ന് യൂസ് ചെയ്ത് അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഈ മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെന്റിൽ ഇട്ടാൽ എപ്പോഴും ആലോചിക്കുക, ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് എന്തെങ്കിലും കോപ്പി ചെയ്ത് നിങ്ങളെ വേർഡിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യുമ്പം ഇത് ഈ കോപ്പി ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ വേർഡ് മാത്രമല്ല പറഞ്ഞാൽ അതിൻ്റെ ബാക്കിലുള്ള HTML ടാഗും കോഡിങ്ങും എല്ലാം കൂടെ ചേർത്താണ് ഇതിനകത്തോട്ട് വരുന്നത്. ഇതിനെടുത്ത് ടേണിറ്റിൻ സോഫ്റ്റ്വെയറിലോ എവിടെയെങ്കിലും കൊണ്ട് അപ്ലോഡ് ചെയ്ത് അപ്പം തന്നെ പറഞ്ഞത് ഇത് ഇന്ന സ്ഥലത്തുനിന്ന് കോപ്പി ചെയ്തതാണെന്ന്. അതും ചെയ്യുന്ന വിദ്വാന്മാരും നമ്മളെ കൂട്ടത്തിലുണ്ട്. സോ അതുകൊണ്ട് എക്സാമിനേഴ്സ് മാർക്ക് ചെയ്യുന്നത് എന്താണോ അവർ കാണുന്നത് അവരതാണ് മാർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വല്പമൊക്കെ ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 3300, 3600, 3700 ഇതിനകത്ത് നിർത്താനായിട്ടുള്ള ശ്രമിക്കുക. ചുമ്മാ എഴുതി തന്നെ ലാസ്റ്റ് മിനിറ്റ് ഡിലീറ്റ് ചെയ്യേണ്ട. അതിനെ പോളിഷ്ഡ് ലാംഗ്വേജ് ആക്കി അതിനെ കുറേ കൂടെയൊക്കെ ബെറ്റർ ആൻസേഴ്സ് ആക്കി നിങ്ങൾ വെച്ചാൽ അത് വളരെ നല്ലത്. എപ്പോഴും റിമെമ്പർ ചെയ്യുക, 3000 പ്ലസ് 10% എക്സ്ട്രാ. ഇതാണ് നീബോഷ് അലോ ചെയ്തിരിക്കുന്ന വേർഡ്സ്. അത്ര എഴുതിയാൽ മതി. അതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ എഴുതി വെറുതെ സമയം പാഴാക്കേണ്ട ആവശ്യം ഇല്ല. സോ കോപ്പി ചെയ്യാൻ പാടില്ല. ഒരിടത്തുനിന്നും സ്വന്തമായിട്ട് മൈക്രോസോഫ്റ്റ് വേൾഡ് ഇരുന്ന് ടൈപ്പ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു മാർഗവും ഞാൻ ഇതിൽ കാണുന്നില്ല. ദാറ്റ് ഈസ് സ്ട്രാറ്റജി നമ്പർ 8. സ്ട്രാറ്റജി നമ്പർ 9, ടേക്ക് ബ്രേക്സ്. ഈ എക്സാം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബ്രേക്കൊക്കെ എടുക്കുക, കുറച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒരു കോഫിയൊക്കെ കുടിക്കുക, ഒന്ന് റിലാക്സ് ചെയ്യുക, എന്നിട്ടൊക്കെ എക്സാംസ് എഴുതുക. അല്ലാതെ കണ്ടിന്യൂസ് ഒരൊറ്റ അടിക്കിരുന്ന് എഴുതിയാൽ ഒരു കറക്റ്റ് 5 മണിക്കൂർ കഴിയുമ്പോൾ ബോറടിച്ച് തുടങ്ങും. നമ്മുടെ മനസ്സാകെ ലൂസാവും, നമുക്ക് പോയിന്റ് കിട്ടുന്നില്ല, ഇതൊക്കെയാവും. കീപ് യുവർ മൈൻഡ് ഷാർപ്പ്. ഒരു കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് സമയം കണ്ടെത്തി രാത്രി വരെ ഇരുന്ന് എക്സാംസ് എഴുതുവാനുള്ള സമയം കണ്ടെത്തുക. അതാണ് ബെറ്റർ വേ.
റിലാക്സ് ചെയ്തിരുന്ന് എഴുതുക. അതിൻ്റെ കൂട്ടത്തിൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക, പറയേണ്ടടുത്തൊക്കെ പറയുക, ഇന്നത്തെ ദിവസം എന്നെ ശല്യം ചെയ്യരുത്, ഞാൻ എക്സാമിൽ ബിസിയാണ്, ലെറ്റ്സ് ടോക്ക് ടുമോറോ. ഇന്ന് അത്ര അത്യാവശ്യമൊന്നുമില്ലല്ലോ, കാര്യങ്ങളെല്ലാം തീർത്ത് വെച്ചിട്ട് ഇന്ന് തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തലേ ദിവസമേ തീർക്കുക. അന്നത്തെ ദിവസം എക്സാമിന് വേണ്ടി മാത്രം മാറ്റി വെച്ച് നിങ്ങളുടെ ഓഫീസ് റൂം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്, നിങ്ങൾ മാത്രം ഇരിക്കുന്ന ഒരു സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് പരീക്ഷ എഴുതുവാനുള്ള ശ്രമം നടത്തുക. ദാറ്റ് ഈസ് സ്ട്രാറ്റജി നമ്പർ 9. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു കേസ്. ഓക്കെ, so now let's go to the last one, strategy number 10. Sleep on it before you submit. Don't rush. ചില ആൾക്കാരുണ്ട് സബ്മിറ്റ് ചെയ്ത് 5 മണിക്കൂറിനകത്ത് എഴുതി സബ്മിറ്റ് ചെയ്ത് വെച്ചിട്ട് എന്തോ കാട്ടിക്കൂട്ടിയാണ് കറങ്ങിപ്പോകും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് പിറ്റേ ദിവസം രാവിലെ 11 മണി UK ടൈം 11 മണി വരെ സമയമുണ്ടല്ലോ. നിങ്ങളുടെ രാജ്യത്തിനനുസരിച്ച് ആ സമയം മാറുകയും ചെയ്യും. രാവിലെ എണീറ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ വായിച്ചു നോക്കുക. കാര്യം ഈ രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് മൈൻഡാണ്, കുറേ കൂടെ പുതിയ പോയിന്റ്സോ കുറേ കൂടെ പുതിയ ഐഡിയാസോ ഒക്കെ കിട്ടും. അപ്പോൾ അതെല്ലാം യൂസ് ചെയ്ത് ക്ലോസിംഗ് ടൈമിന് മിനിമം 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പെങ്കിലും സബ്മിറ്റ് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റും വച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയും ചെയ്യുന്ന വിദ്വാന്മാരുണ്ട്. 11 മണിക്ക് സബ്മിറ്റ് ചെയ്യണം UK ടൈമിൽ, 10:55 ട്രൈ ചെയ്യും. അപ്പോൾ ആ സമയം ഇൻ്റർനെറ്റ് ഇഷ്യൂയോ അല്ലെങ്കിൽ ഈ അവസാന നിമിഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സെർവർ ബിസി ആവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ആ പേജ് ഓപ്പൺ ആവാതിരിക്കാം, സബ്മിറ്റ് ചെയ്തത് ക്ലിയർ ആവാതിരിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പേ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ടൈം മാനേജ്മെൻറ്റ് അതാണ് ഇമ്പോർട്ടൻ്റ്. അത് ലൈഫിലും വേണം, ഈ പരീക്ഷ എഴുതുന്ന സമയത്തും അത് വേണം. അപ്പോൾ അതുകൊണ്ട് സമയം കണ്ടെത്തി തലേ ദിവസം തന്നെ എല്ലാ ആൻസേഴ്സും എഴുതിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ അതിന് റിവ്യൂ ടൈമിലേക്ക് കൊടുക്കുക. റിവ്യൂ ചെയ്ത് വായിച്ച് ചെയ്ത് എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതുമൊക്കെ എഴുതി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഇത് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. സബ്മിറ്റ് ചെയ്യേണ്ടത് PDF ആയിട്ടാണ്, മൈക്രോസോഫ്റ്റ് വേർഡ് അല്ല. മസ്റ്റായിട്ട് അതിനെ PDF കൺവേർട്ട് ചെയ്ത് വേണം അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് അതിന് എന്തൊക്കെ പേരിൽ സേവ് ചെയ്യണം, നിങ്ങളുടെ പേര്, റോൾ നമ്പർ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര്, ഇത് ഇത്രയൊക്കെ വെച്ചാണ് ഫയൽ നെയിം സേവ് ചെയ്യാനുള്ളത്. എന്നിട്ട് തന്നെ PDF കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് നമ്മളുടെ ടീം നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയും. അതിന് എക്സാമിനൊരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യും നമ്മൾ. അതിനകത്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾക്ക് തരുന്നുണ്ട്. ട്യൂട്ടറും ലേണിങ്ങിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ള കാര്യമേ ഉള്ളൂ. ആൻസർ പേപ്പർ തന്നെ സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അപ്ലോഡ് ചെയ്യരുത്, റെഫറൻസ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യരുത്, ആൻസർ ഷീറ്റ് തന്നെ അപ്ലോഡ് ചെയ്യണം. അത് ഉറപ്പായിട്ട് കൺഫേം ചെയ്യണം. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളറിൽ യുവർ ആൻസർ ഹാസ് ബീൻ റിസീവ്ഡ് എന്ന് കൃത്യമായിട്ട് അത് കാണിക്കും. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൾ ഇനഫ്. ഇനി ഇതൊക്കെ കൂടെ, ഇതാണ് 10 ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ടിപ്സ് എന്ന് പറഞ്ഞത്. ഇനി ഇത് കൂടാതെ ഒരു സ്ട്രാറ്റജിയും കൂടെ ഞാൻ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രാറ്റജി നമ്പർ 11, അല്ലെങ്കിൽ ഞാൻ ഇതിനെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് തന്നെ പറയും. സ്ട്രാറ്റജി അല്ല, എന്നാലും ഞാൻ ഇതിനെ സ്ട്രാറ്റജി നമ്പർ 11 എന്നുള്ളത്. മെയിൻറ്റെയിൻ പ്രൊഫഷണൽ ഇൻറ്റഗ്രിറ്റി ത്രൂ ഔട്ട് ദി അസസ്മെൻറ്റ് പ്രോസസ്സ്. അതായത് നേരോടുകൂടി എഴുതുക. ഒരു പ്രൊഫഷണൽ എക്സാമാണ്, അപ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി നിങ്ങൾ നശിപ്പിക്കരുത്. അതെങ്ങനെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പൺ ബുക്ക് എക്സാം ആണെന്നും പറഞ്ഞുകൊണ്ട് കണ്ണി കണ്ട ബുക്കുകൾ റെഫർ ചെയ്ത് അതിൽ കിടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വയ്ക്കുക, അതൊക്കെ തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ എങ്ങും എത്തത്തില്ല. നിങ്ങൾ തോക്കത്തേ ഉള്ളോ, മാൽ പ്രാക്ടീസിന് നിങ്ങൾ പിടിക്കപ്പെടും. നാട്ടുകാരെ കൊണ്ട് എഴുതിപ്പിക്കുക, പ്രോക്സി റൈറ്റേഴ്സിനെ കൊണ്ട് എഴുതിപ്പിക്കുക. ഈ പ്രോക്സി റൈറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ 10ഉം 20ഉം പേരെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഒരു പേപ്പർ ഇനി 10-20 പേർക്ക് അങ്ങ് അയച്ചിട്ട് അവരവരെ വാട്സാപ്പ് നമ്പറോ ഫോൺ നമ്പറോ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് പോകും. ഇന്നൊരു ആധാർ കാർഡ് കൊടുത്ത് നമ്പർ ക്യാൻസൽ ചെയ്ത് അടുത്ത നമ്പർ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ചതിക്കുഴികളിൽ നിന്ന് ചെന്ന് വീഴാതിരിക്കുക. വെറുതെ ഇത് ടേണിട്ടിനിൽ പോയി മാൽ പ്രാക്ടീസിൽ പിടിച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ബാൻ വരെ കിട്ടും. 1 വർഷം മുതൽ ലൈഫ് ലോങ് ബാൻ വരെയൊക്കെയാണ് നീബോഷ് അടിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. Do not engage with the proxy writers. Do not copy anything from ChatGPT or anything. Very, very important ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് മാത്രമല്ല, വേറെ കുറേ ബിരുദന്മാരുണ്ട്. എക്സാം റിലീസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ റിട്ടേൺ ചെയ്ത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ടെലിഗ്രാം ചാനലിലും വാട്സാപ്പ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ പോയിട്ട് അടിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയാമോ എന്ന്. ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചോ, നിങ്ങൾ ഒരിക്കൽ നീബോഷുമായിട്ട് രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID, പേരും ഒക്കെ വെച്ചിട്ട് അവർക്കൊരു വിങ് തന്നെയുണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ വിങ് തന്നെയുണ്ട്. ഇതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലേർണറിൻ്റെ പേരിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ സെർച്ച് ചെയ്യുന്നുണ്ടോയെന്ന്. ഈവൻ നിങ്ങളെ കൂട്ടുകാർ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇട്ട് പണി തരും. നീബോഷൻ വെച്ച് കൊടുക്കും, ഇവൻ ഞാനാണ് എഴുതി കൊടുത്തത്. അങ്ങനത്തെ വരെ കഥകൾ ഉണ്ടായിട്ടുണ്ട്. അവർ തന്നെ വിസിൽ ബ്ലോവറായിട്ട് കയറിച്ചാൽ ഞാനാണ് ഇവൻ എഴുതി കൊടുത്തത് സാറേ, ഇവൻ്റെ പേപ്പർ ഒറിജിനൽ എൻ്റെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവരെടുത്ത് അയച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് കണ്ണി കണ്ട വെബ്സൈറ്റ് ഗ്രൂപ്പുകളിലോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ വെബ്സൈറ്റ് ഗ്രൂപ്പല്ല, ടെലിഗ്രാം ചാനലുകൾ ഇങ്ങനെയൊന്നും പോയി ജോയിൻ ചെയ്യരുത്. ഇതിലൊക്കെ നീബോഷിൻ്റെ പ്രോക്സി ആൾക്കാരുണ്ട്. അവർ പെയ്ഡ് പ്രോക്സി ടീം മെമ്പേഴ്സ് ഉണ്ട്, IT ഹാക്കേഴ്സ് ഉണ്ട്. അവർ എവിടെ ഇത് സെർച്ച് ചെയ്തിരിക്കുകയാണ്, ആരെങ്കിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള വേലത്തരങ്ങൾക്കൊന്നും പോകാൻ നിൽക്കരുത്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല, ബാൻ അടിച്ച് കൈത്തരും, നിങ്ങളുടെ ലൈഫ് തന്നെ ഇല്ലാതാവും. സോ കള്ളത്തരത്തിൽ എക്സാം പാസ് ചെയ്യാൻ നോക്കരുത്. ഒരു വിലയുമില്ല. ഇങ്ങനെ പാസ് ചെയ്ത് പോയിട്ട് നിങ്ങൾ നാളെ ഒരു ഇൻ്റർവ്യൂവിന് പോയിരുന്നാൽ നീബോഷ് IGCയുടെ 10 ക്വസ്റ്റ്യൻ നമ്മൾ തന്നെ ചോദിക്കുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാതെ മുമ്പേ ഇരുന്നാൽ നമുക്ക് തന്നെ മനസ്സിലാവും ഇവൻ കള്ളത്തരത്തിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആണ് ഇതെന്ന്. നമ്മളും റിപ്പോർട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യും. ഈ ലേണർ നീബോഷ് IGC പാസ്സായവനാണ്, പക്ഷേ ഹസാർഡ് എന്ത്, റിസ്ക് എന്തെന്ന് ചോദിച്ചാൽ പോലും അവൻ അറിയത്തില്ല. ഇതെങ്ങനെ പാസ്സായതെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഇൻഫോം ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് എന്ത് ആക്ഷൻ എടുക്കും എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. അതുകൊണ്ട് പഠിക്കുക, പഠിച്ച് തന്നെ എഴുതുക,
മാൽ പ്രാക്ടീസ് ഇതിനൊരു ഉത്തരമേ അല്ല. മാൽ പ്രാക്ടീസ് ചെയ്ത് ആരും ഇന്നുവരെ വിജയിച്ചിട്ടുമില്ല. അവർ ഏതെങ്കിലും ഒരു സമയത്ത് പിടിക്കപ്പെട്ട സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ആവും, സെർവറിൽ ക്യാൻസൽ ആവും. ഏതെങ്കിലും ഒരു ജോലിക്ക് പോയിരിക്കുമ്പം അവരിത് ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പം സർട്ടിഫിക്കറ്റ് ഡിലീറ്റഡ് എന്ന് കാണിക്കും. ഒരു വിലയില്ല. ഒരൊറ്റ പ്രോക്സി റേറ്റിനെ വിശ്വസിക്കരുത്, അത് അപകടമാണ്. ഓക്കെ, അവർ ചതിക്കപ്പെടും. നിങ്ങൾ തന്നെ ഒരുപാട് പേരുണ്ട്. പെർട്ടിക്കുലർലി എനിക്ക് സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം. നെറ്റിൽ പോയി ടൈപ്പ് ചെയ്താൽ IGCയുടെ ആൻസറും അതും ഇതൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അതൊന്നും തരണമൊന്നും എടുത്ത് വെച്ച് പോയിന്റ് ചെയ്ത് എഴുതരുത്. ആവശ്യമുള്ള മെറ്റീരിയൽസ് അവിടെ തന്നെയുണ്ട്. നിങ്ങളത് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ്, അല്ലെങ്കിൽ ടിപ്പ് നമ്പർ 10. മാൽ പ്രാക്ടീസ് നോ, നടക്കുന്ന കാര്യമേ അല്ല, അത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. സോ ഫൈനലി ദാറ്റ്സ് ഇറ്റ്. അതാണ് 10 ഇമ്പോർട്ടൻറ്റ് ടിപ്സ്, അല്ലെങ്കിൽ എന്നെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് 11 ഞാൻ പറഞ്ഞത്. സ്റ്റേ കോൺഫിഡൻറ്റ്. ഈ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിജയിക്കാൻ സാധിക്കും. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ട്യൂട്ടേഴ്സ് എപ്പോഴും നിങ്ങളുടെ ഹെൽപ്പിനായിട്ടുണ്ട്. എക്സാമിന് മുമ്പ്, എക്സാമിനൊന്നും നമ്മളെ വിളിക്കേണ്ട, അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ അത് ചോദിക്കാനും ഹെൽപ്പ് ചെയ്യാനും എൻ്റെ ഫുൾ ടീം തന്നെയുണ്ട്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നമുക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. അല്ലാതെ എക്സാമിന് നമ്മൾ ഹെൽപ്പൊന്നും ചെയ്യത്തില്ല. അത് ഗ്രീൻ വേൾഡ് ഒരിക്കലും ഇല്ല. വി ആർ സ്ട്രിക്ട്ലി അഗൻസ്റ്റ് എനി മാൽ പ്രാക്ടീസ് കൈൻഡ് ഓഫ് തിങ്സ് ആൻഡ് വി വിൽ റിപ്പോർട്ട് ഇറ്റ് വിത്തൗട്ട് എനി ഫെയിലിയർ. സോ ദാറ്റ്സ് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇത് കൃത്യമായിട്ട് നോക്കുക. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്നത്തെ എൻ്റെ സൈഡിൽ നിന്നും ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് വി വിൽ keep you posted with more informative videos on the coming days. Have a wonderful day. Take care. Bye.